This video is for serious investors who can at least invest 10 lakhs and above. Last week we got a mail from AMFI, Association of Mutual Funds. And guess what? Finally the wait is over. A new investment category, Specialized Investment Fund, largely known as SIF, is going to be live soon. SIF എന്നുള്ളത് നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സും പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ് ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ഇത്തരത്തിലുള്ള ഒരു പുതിയ കാറ്റഗറിയാണ്. അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ ഒരു മിക്സ് ആണെന്നും പറയാം. അതായത് നമ്മൾ ഇതിൽ നാളെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഓപ്പറേഷൻസ് കംപ്ലീറ്റ്ലി മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെയാണ്. വളരെ ട്രാൻസ്പെറന്റും സേഫും ആണെന്ന് പറയാം. എന്നാൽ ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജീസോ PMSന്റെയും AFന്റെയും ഒക്കെ ലെവലിലായിരിക്കും. ഇതിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അപ് ടു 25% വരെ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്നറിയപ്പെടുന്ന ഡെറിവേറ്റീവ്സിലും പൊസിഷൻസ് എടുക്കാം എന്നുള്ളതാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. അതായത് കൊറോണയൊക്കെ വന്ന സമയത്ത് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ 30-40% താഴേക്ക് വന്നത്. കാരണം ബൈ റെഗുലേഷൻ മ്യൂച്വൽ ഫണ്ടിന് ഇൻവെസ്റ്റിംഗ് മാത്രമേ പാടുള്ളൂ, ട്രേഡിംഗ് പോലൊന്നും ചെയ്യാൻ പാടില്ല. എന്നാൽ ഇവിടെ SIF ആണെന്നുണ്ടെങ്കിൽ ട്രേഡേഴ്സ് ഒക്കെ ചെയ്യുന്നത് പോലെ സ്റ്റോക്സിൽ നെഗറ്റീവ് പൊസിഷൻസ് എടുക്കാം. അതായത് സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് വരുമ്പോഴാണ് പ്രോഫിറ്റബിൾ ആവുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടാണ് ഈ ഒരു പുതിയ കാറ്റഗറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയാം. ഭാവിയിൽ PMSലും AFലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നവർ SIFലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ മിനിമം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് അവന്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിന്റെയും PMSന്റെ ഒക്കെ ഇടയിൽ വരുന്ന ഒരു കാറ്റഗറി ആണെന്ന് പറയാം. ഇനി നാളെ SIF ലോഞ്ച് ചെയ്യുമ്പോൾ ചാടി കയറി പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. ഇതൊരു പുതിയ പ്രൊഡക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയി പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. താങ്ക്